നമസ്കാരം. വിവാഹം കഴിഞ്ഞിട്ട് 78 ദിവസം ഋതന്യ ആ വീട്ടിൽ അത്രത്തോളം അനുഭവിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ വീട്ടിലെത്തിയ ഋതന്യയുമായി ഭർത്താവ് കവിൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. കവിന്റെ ലൈംഗിക പീഡനവും ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനവും താങ്ങാൻ കഴിയാതെ വന്നതോടെ ആ 27കാരി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഒടുവിൽ ഞായറാഴ്ച തിരുപ്പൂരിനടുത്തുള്ള ചെട്ടിപ്പുത്തൂരിലാണ് സ്വന്തം കാറിനുള്ളിൽ ഋതന്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വർഷം ഏപ്രിലിൽ ആണ് കവിൻ കുമാറുമായി ഋതന്യയുടെ വിവാഹം കഴിഞ്ഞത്. കല്യാണവുമായി ബന്ധപ്പെട്ട് കവിന്റെ കുടുംബത്തിന് 100 പവൻ സ്വർണ്ണാഭരണങ്ങളും 70 ലക്ഷം രൂപ വില മതിക്കുന്ന വോൾവോ കാറും സ്ത്രീധനമായി നൽകിയിരുന്നു. 500 പവൻ നൽകിയില്ല എന്നതായിരുന്നു ഭർത്തൃവീട്ടുകാരുടെ പരാതി. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ആഡംബര വിവാഹത്തിനായി 2.5 കോടി രൂപയോളമാണ് ഋതന്യയുടെ വീട്ടുകാർ ചെലവഴിച്ചത്. ഭർത്താവിന്റെ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ പോലും യുവതിക്ക് അനുവാദമുണ്ടായിരുന്നില്ല. വിളക്കിൽ തൊട്ടാൽ ശിക്ഷയായി 1 മണിക്കൂറോളം നിൽക്കേണ്ടതായും വന്നിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഭർത്തൃവീട്ടുകാർ പതിവായി ശാപവാക്കുകൾ പറഞ്ഞ് യുവതിയെ വലിയ മനോവിഷമത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത്. ഭർത്താവിൽ നിന്നുണ്ടായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ ഋതന്യയുടെ പേര് വിശദമാക്കി ആത്മഹത്യ ചെയ്യുമെന്ന് കവിൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതെല്ലാം ഋതന്യ വിശ്വസിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് തെങ്ങിനുപയോഗിക്കുന്ന കീടനാശിനി കുടിച്ച് യുവതി ജീവനൊടുക്കിയത്. 7 വോയിസ് മെസ്സേജുകളാണ് യുവതി ജീവനൊടുക്കുന്നതിന് മുൻപ് തന്റെ പിതാവിന് അയച്ചത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഋതന്യ അച്ഛൻ അണ്ണാദുരൈക്ക് വാട്സപ്പിൽ 7 ശബ്ദ സന്ദേശങ്ങൾ അയച്ചിരുന്നു. താനെടുത്ത തീരുമാനത്തിന് ക്ഷമ ചോദിക്കുന്നുവെന്നും ഭർത്തൃവീട്ടിലെ അതിക്രമങ്ങൾ ഇനി സഹിക്കാൻ കഴിയില്ലെന്നും ആ സന്ദേശത്തിൽ ഋതന്യ പറയുന്നുണ്ട്. ദിവസവുമുള്ള മാനസിക പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. ആരോടാണ് പറയേണ്ടതെന്ന് അറിയില്ല. കേൾക്കുന്നവരൊക്കെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എന്നെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ശബ്ദ സന്ദേശത്തിൽ ഋതന്യ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അവിനാശി കൈകാട്ടി പുത്തൂർ സ്വദേശികളായ ഇ കവിൻ കുമാർ, അച്ഛൻ ഈശ്വരമൂർത്തി, അമ്മ ചിത്രാദേവി എന്നിവരെയാണ് സേവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് മൂവർക്കുമെതിരെയും ചുമത്തിയത്. ഞായറാഴ്ച അമ്പലത്തിലേക്ക് പോകാനെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഋതന്യയെ പിന്നീട് കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. റോഡിന് സമീപം ഒരു കാർ കുറെ നേരം നിർത്തിയിട്ടത് കണ്ടതിനെ തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഋതന്യയെ കീടനാശിനി കഴിച്ച നിലയിൽ കാറിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. ഋതന്യ ആ 78 ദിവസത്തിനുള്ളിൽ ആ വീട്ടിൽ അനുഭവിച്ചത് വലിയ ക്രൂര മർദ്ദനങ്ങളും അതുപോലെ തന്നെ മാനസിക പീഡനങ്ങളുമാണെന്ന് വ്യക്തമാണ്. ഋതന്യ സ്വന്തം അച്ഛനയച്ച ആ വാട്സപ്പ് സന്ദേശത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ താൻ അനുഭവിക്കുന്നതായി പറയുന്നുണ്ട്. ഇതാരോടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നൊക്കെ ഋതന്യ പറയുന്നുണ്ട്. ആരോട് പറഞ്ഞാലും ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതാണെന്നൊക്കെ ഋതന്യയോട് പറയുമായിരുന്നുവെന്ന് പറയുന്നുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ആ സന്ദേശം ഉള്ളത്. എന്തായാലും ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.